മൈ വേന്യൂ. അപ്പൊ നല്ല ബേബി പിങ്ക് കളറിലോട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പ്ലസന്റ് കളറാട്ടോ. ശരിക്കും പറഞ്ഞാൽ ബേബി പിങ്ക് കളർ അത്രയും നല്ലൊരു കളറാണ്. എന്താ പറയാ, അതിന്റെ നമ്മൾ കുറച്ച് ഷെയ്ഡ്സ് ഇപ്പൊ ഇന്ന് കാണിക്കുന്നത് അങ്ങനെ ഓരോ ദിവസം ഓരോ കളർ കാണിക്കാന്ന് വെച്ചു. ഇന്നലെ ഞാൻ ഗ്രീനിന്റെ കാണിച്ചായിരുന്നു, മെഹന്തി ഗ്രീൻ. അപ്പൊ അതുപോലെ ഈ ബേബി പിങ്ക് കളറിന്റെ കുറച്ച് പാറ്റേൺസ് ആ കളറിന് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മള് പ്യുവർ ജോർജറ്റിലോട്ടാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഡ്രൈ വാഷ് ചെയ്യണം. ഇതിനകത്തോട്ട് നമ്മൾ നെക്കിന്റെ പോർഷനിൽ നെറ്റ് ഫാബ്രിക്കിലോട്ട് നല്ല ഹെവി ആയിട്ടുള്ള പേൾസും ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വർക്ക് പടി പോലെ കൊടുത്തിട്ടുണ്ട്. ആ വർക്ക് നല്ല ഭംഗിയായിട്ടോ, ആ കളറിലോട്ട് ആയതുകൊണ്ടാണ് എന്ത് ഭംഗിയാന്ന് അറിയാം. ആ വർക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ തന്നെ ഹെവി ചെയ്തായിരുന്നു, കുറച്ച് ഫുൾ യോക്കിലോട്ട് ഹെവി വർക്ക്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് എയർലൈൻ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് പടി വെച്ചിട്ട് സ്ലീവ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനക്ക്. ഈ വീനക്ക് എപ്പോഴും ചെയ്താൽ എല്ലാവർക്കും നല്ല ഒതുക്കം തോന്നും കേട്ടോ. എത്ര വലിയ പ്ലസ് സൈസ് ഇടുന്നവർക്കായാലും വീനക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഷോൾഡർ ഒക്കെ കറക്റ്റ് വന്ന് നല്ല ഒതുക്കം തോന്നും. അതുപോലെ ഇപ്പൊ 49 ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ താഴെ നമുക്കൊരു ബ്ലാക്ക് ബോട്ടം വേറെ ചെയ്തുകൊണ്ട് ശരിക്കും കാണാം. നിങ്ങൾ സെയിം ടോൺ പിങ്കോ അല്ലെങ്കിൽ കുറച്ച് ബോട്ടം കയറ്റി യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ തന്നെ ഹെവി ചെയ്തേക്കണ്ട കാണിച്ചു തരാം. അത് നമ്മൾ മുമ്പ് ചെയ്താണ്, ഇതിപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ മെറ്റീരിയൽ നമുക്ക് ഈ നെറ്റിലോട്ട് വർക്ക് ചെയ്ത് അത്രയും ബ്യൂട്ടിഫുൾ വർക്കാണ്. അതിന്റെ വെയിറ്റ് തന്നെ കണ്ടല്ലോ, അത്രയും ഹെവിയാണ് ആ വർക്ക്. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ആ ചെറിയ ബീഡ്സ്, അതായത് ഫുൾ പേൾസ് ആണ്. അങ്ങനെ പെട്ടെന്ന് കളറൊന്നും ഫെയ്ഡ് ആവുന്ന പേൾസ് അല്ല, ക്ലോസ് ആയിട്ട് തിക്കായിട്ടുള്ള വർക്കാണ്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ സ്ലീവിൽ ഒരു ലേസ് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലേസ് പാറ്റേൺ തന്നെ ഇതേപോലെ നമ്മൾ എൻഡിലോട്ടും ആ ടോപ്പിന്റെ എൻഡിലോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലുക്ക് ആയിരിക്കും ഇതിന് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ശരിക്കും ആ വർക്ക് എന്ത് ഭംഗിയാന്നറിയാം. ഈ മണൽത്തരികൾ ഇങ്ങനെ വാരി ഭയങ്കര ഷൈനിങ് വരുന്ന പോലെ ഉണ്ട്. അതുപോലെ അപ്പൊ ആ ഒരു പാറ്റേൺ ഞാൻ വേറെ ഫോട്ടോ ഇട്ടത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പിങ്ക് വന്നിട്ട് ഇത് നമ്മൾ ഇതുപോലെ ഒരു ഷിമ്മർ ലൈക്ക് മെറ്റീരിയൽ ആണ്. ഷിമ്മർ ജോർജറ്റ് എന്ന് പറയില്ലേ, ആ ഒരു ഫാബ്രിക് ആണ്. ഇതിന്റെ ആ ഓൾ ഓവർ ആ ഫാബ്രിക്കിൽ തന്നെ ഇതുപോലെ സീക്വൻസും വർക്കും ത്രെഡൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇതാ ഈ വർക്ക് കണ്ടോ, ഇതുപോലത്തെ വർക്ക്, ഇതുപോലെ ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ട് ബാക്ക് സൈഡിൽ കാണിച്ചു തരാം. ഇതുപോലെ ആ ത്രെഡ് വർക്ക് സീക്വൻസ് ഓൾറെഡി അതിനകത്തോട്ട് ഹാൻഡ് വർക്ക് പോലെ തന്നെ വർക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തോട്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രിൻസസ് കട്ട് ചെയ്തായിരുന്നു. ഇത് നമ്മളൊരു ലേസ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ലേസ് വരുമ്പോൾ നമുക്ക് അകലിൽ നിങ്ങൾക്ക് തോന്നും, കാണുമ്പോൾ പെട്ടെന്ന് ആ ലേസ് എടുത്ത് കാണിക്കണ മാതിരി തോന്നും. പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാക്ക് സൈഡ് ഇതേപോലെയാണ് ഇതിന്റെ വരുന്നത്. പ്രിൻസസ് കട്ട് ഇതിന്റെ തന്നെ പാറ്റേൺ ചെയ്തത് ഇതേപോലെ ഉണ്ട്. ഈ ഒരു സെയിം തന്നെ ഈ ഒരു പാറ്റേണിലോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, പ്രിൻസസ് കട്ടിന്റെ യോക്കൊക്കെ വെച്ചിട്ട് ക്ലോത്ത് ബട്ടൺ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നല്ല ഷേപ്പ് തോന്നോട്ടെ. ഇത് വേറെ ഇത് കഴിയുമ്പോൾ ഇതേപോലെ ഉണ്ട്. പിന്നെ ഇതിന്റെ തന്നെ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടി ഉണ്ട്. സെയിം തന്നെ, അപ്പൊ പിങ്ക് കാണിക്കുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കാണിക്കുന്നതാണ്. സെയിം തന്നെ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ആണ് ഈ ഷെയ്ഡ്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതിനകത്ത് ഞാൻ മറ്റേതിന്റെ വീഡിയോ ഇട്ടതുകൊണ്ട് ഈ പാറ്റേൺ മാത്രമാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തിട്ടത്. അപ്പൊ അതിന്റെ ഞാൻ മാത്രം വേറെ ഇത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നമ്മൾ നെക്ക് നല്ല ഷേപ്പിലോട്ട്, യോക്ക് നല്ല ഷേപ്പിലോട്ടൊക്കെ കൊടുത്തിട്ട് ഒരു ലെയർ ലേസ് ഒക്കെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനക്കാണ് കൊടുത്തേക്കുന്നത്. ഞാൻ പറയാം, എല്ലാവർക്കും സ്യൂട്ട് ആവട്ടോ. ഈ ഒരു വീനക്ക് നല്ല ഒതുക്കം തോന്നും എപ്പോഴും. സ്ലീവിന്റെ എൻഡിലോട്ട് നമ്മൾ ഒരു ലെയർ ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് പ്ലസ് സൈസ് ആണ്, അതുകൊണ്ട് ഇത്തിരി ലൂസാണ്. സ്ലീവിനൊക്കെ നല്ല ടൈറ്റ് ഫിറ്റ് ആവുമ്പോൾ നല്ല ഭംഗിയാട്ടോ. അപ്പം ലെങ്ത് 49 തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ രണ്ട് പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു പ്രിൻസസ് കട്ട് വരുന്ന ഈ ഒരു പാറ്റേണിന്റെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം രണ്ടും ഇതേപോലെ ഉണ്ടാവും. ഒരു ഡിഫറൻസ് യോക്കിന്റെ ഇതേപോലെ, ഇതിനകത്ത് മിഡിൽ പോർഷനിൽ നമ്മൾ ലേസ് വെച്ചേക്കണമെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ലുക്കായിരിക്കും ഇതേപോലെ. നല്ല ഭംഗിയായിട്ടോ, ലേസ് ഒക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട്. ഓക്കെ, അപ്പൊ അടുത്തത് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേന്യൂ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബേബി പിങ്ക് കളറിലോട്ട് നമ്മൾ എന്താ പറയാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അത് ഒരുപാട് നല്ല പേഴ്സും ചെറിയ കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നെറ്റിലോട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണിത്. അടിപൊളിയാണ് കേട്ടോ. എന്താ പറയാ, അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഡയബിൾ ജോർജറ്റിലോട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് നമ്മൾ വെറൈറ്റി ആയിട്ട് കുറച്ച് അതിന്റെ സ്ലീവിന്റെ എൻഡിലോട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് കുറച്ച് കളർ, ഒരു ഇച്ചിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ലേസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ലൈറ്റ് പിങ്കിന്റെ ഒരു ബേബി പിങ്ക് കളർ ആട്ടോ. അത് നല്ല, നമ്മളിപ്പോ പേസ്റ്റൽ ഷെയ്ഡ്സ് നമുക്ക് നല്ല മാച്ച് ആയിട്ട് എല്ലാവർക്കും മാച്ച് ആവാൻ തോന്നും വിചാരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലതായിട്ട് മാച്ച് ആവും കേട്ടോ. അപ്പൊ